ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ഏകദേശം സമാപനത്തിലേക്ക് എത്തുകയാണ്. നാളത്തോടുകൂടി നമ്മുടെ ബൈബിൾ സ്റ്റഡി തീരും. വളരെ പ്രാർത്ഥനയോടെ, വളരെ ഉത്സാഹത്തോടെ എല്ലാ ദിവസവും കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി അതിനെ വിജയകരമാക്കി തീർക്കാൻ, അനുഗ്രഹകരമാക്കി തീർക്കാൻ ഉത്സാഹിച്ച നിങ്ങളെല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. വിവിധങ്ങളായ വിഷയങ്ങൾ കടന്നുപോയി. എന്നാൽ ഈ വിഷയങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെങ്ങനെ എനിക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് കിട്ടേണ്ട സ്തോത്രകാഴ്ച എന്ന് പറയുന്നത്. എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. ഈ ക്ലാസ് വഴി എനിക്ക് എന്ത് കിട്ടി? എനിക്ക് കുറെ നോട്ട് കിട്ടി, ഞാൻ കുറെ ആളുകളെ കണ്ടു, ഞാൻ കുറെ കാര്യങ്ങൾ എഴുതിക്കൂട്ടി, ഞാൻ കുറെ സമയം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി എൻ്റെ ആത്മീക ജീവിതത്തിൽ എനിക്കത് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ റിസൾട്ട്. അതാണ്. അതിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. നാളെ നമ്മുടെ ക്ലാസ്സിന്റെ സമാപന ദിവസമാണ്. ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക് അതിൻ്റെ പകുതിയുടെ പകുതി പോലും ആകില്ല എന്നെനിക്കറിയാം. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എത്രത്തോളം സാധിക്കും എന്നെനിക്കറിയില്ല. ഏതായിരുന്നാലും നാളത്തോടുകൂടി ക്ലാസ് അവസാനിപ്പിച്ചാണല്ലോ മതിയാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് രണ്ടാമത്തെ നമ്മുടെ മനോഭാവം, സുവിശേഷ വേലയോടുള്ള നമ്മുടെ സുവിശേഷവൽക്കരണത്തോടുള്ള നമ്മുടെ മനോഭാവം, ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തോടുള്ള നമ്മുടെ മനോഭാവം. ഇവിടെ നമുക്ക് ചില ധാരണകളും ധാരണ പെശകുകളുമുണ്ട്. അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു പോകണമെന്നാണ് ഞാൻ ഇതുകൊണ്ട് ആഗ്രഹിച്ചത്. എന്താണ് സുവിശേഷ വേല? വാട്ട് ഈസ് ഇവാഞ്ചലിസം? എന്താണ് സുവിശേഷ വേല? ഒന്ന്, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതും വ്യക്തിഗതമായി സാക്ഷ്യപ്പെടുത്തുന്നതുമാണ് സുവിശേഷ വേല. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതും വ്യക്തിഗതമായി സാക്ഷ്യപ്പെടുത്തുന്നതുമാണ് സുവിശേഷ വേല. ഇവാഞ്ചലിസം ഈസ് പ്രീച്ചിങ് ആൻഡ് പേഴ്സണലി വിറ്റ്നസിങ് ടു ജീസസ്. നമ്മൾ കർത്താവിനെ പ്രസംഗിക്കുന്നതും കർത്താവിനെ സാക്ഷിക്കുന്നതുമാണ് സുവിശേഷ വേല. ഇത് എഴുതിയപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഗ്രഹിക്കാൻ സാധിക്കും. ചാരിറ്റി അല്ല സുവിശേഷ വേല. കുറെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും സാധുക്കളെ സഹായിക്കുന്നതും വെള്ളപ്പൊക്കത്തിന് കാശ് കൊടുക്കുന്നതും വീട് പണിയാൻ കാശ് കൊടുക്കുന്നതും പിന്നെ ഭക്ഷണത്തിന് കൊടുക്കും, ഇതല്ല സുവിശേഷ വേല. മറ്റൊന്ന്, നമ്മൾ ചേർന്ന് നിൽക്കുന്ന സഭയുടെ ആരാധനയ്ക്ക് വേണ്ടി, ആരാധനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവിടുന്നതല്ല സുവിശേഷ വേല. അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതല്ല. അത് സുവിശേഷ വേലയുടെ ഒരു വഴി മാത്രമേ ആകുന്നുള്ളൂ. അതല്ല സുവിശേഷ വേല. അത് ആരാധനയുടെ ഭാഗമാണ്. അത് സുവിശേഷ വേലയല്ല. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ല. പിന്നെ എന്താണ്? യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതും യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് സാക്ഷിക്കുന്നതുമാണ് സുവിശേഷ വേല.
അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യുകയാണ്. അവന്റെ നാമത്തെ പ്രചരിപ്പിക്കുകയാണ് നമ്മൾ. അവന്റെ ശുശ്രൂഷയെ പ്രചരിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾക്കറിയാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് സുവിശേഷ വേല. അതല്ലാതെ വേറെ തപ്പിക്കുത്തി പല പല കാര്യങ്ങളെല്ലാം ഈ ഹെഡിലാക്കിയത് കൊണ്ട് ഇത് സുവിശേഷ വേലയാകില്ല. അപ്പോ എന്തല്ല സുവിശേഷ വേല? ദാനധർമ്മങ്ങളല്ല, ആരാധനാ സംബന്ധമായ കാര്യങ്ങളല്ല. സുവിശേഷ വേല എന്നുള്ളത് യേശു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് ഒരു ഭാഗം. മറ്റൊന്ന്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് എന്ന് സാക്ഷിക്കുന്നതാണ് സുവിശേഷ വേല. നമ്മളതിന് ആപ്തവാക്യമായിട്ട് എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. ഗ്രേറ്റ് കമ്മീഷൻ എന്നും ആ വാക്യത്തെ വിളിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും കാണാതെ പഠിക്കുന്നതാണ്, പഠിക്കേണ്ടതാണ്, പഠിക്കാത്തവർ എഴുതി പഠിക്കേണ്ടതാണ്. നമ്മൾ അത്ര പ്രധാനപ്പെട്ടതാണ് ആ വാക്യം. ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത്ര ശ്രേഷ്ഠമാണത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളെ പരമേൽപ്പിച്ചിട്ട് പോയ ഉത്തരവാദിത്വമാണത്. നിങ്ങളുടെ പുസ്തകത്തിൽ അത് കണ്ടുപിടിക്കണം. അത് പലവട്ടം വായിച്ച് നെഞ്ചിൽ കയറ്റണം, ഹൃദയത്തിനകത്ത് പേസ്റ്റ് ചെയ്ത് വെക്കണം. എന്താണ് 20-ാമത്തെ വാക്യം? ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അതിനകത്തുള്ള ആംഗ്യവാക്യം, പ്രധാന വാക്യം എന്ന് പറയുന്നത് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. സുവിശേഷം പ്രസംഗിക്കണം, സ്നാനപ്പെടുത്തണം, ശിഷ്യരാക്കണം. ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ തീരുന്നതല്ല, സ്നാനപ്പെടുത്തുന്നതിൽ തീരുന്നതല്ല, മറിച്ച് ശിഷ്യരാക്കുമ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത്. അത്രമാത്രം മനോഹരമായ ഒരു വാക്യമാണ് ഇത്. എങ്ങനെ? നിങ്ങൾ പുറപ്പെട്ട്. നമുക്ക് ആ വാക്യം ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനും തിരുത്തി പറഞ്ഞാൽ ഞാൻ പോയി എന്ന് പറഞ്ഞോട്ടോ. നിങ്ങൾ ഹൃദയത്തിൽ പറയണം, ഞാൻ പോയി. നിങ്ങൾ പുറപ്പെട്ടെന്നല്ല, ഞാൻ പോയി. എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ അഥവാ യേശു എന്നോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനാണ് പഠിപ്പിക്കേണ്ടതും, ഞാനാണ് ഉപദേശിക്കേണ്ടതും, ഞാനാണ് വളർത്തേണ്ടതും, ഞാനാണ് ഈ സമൂഹത്തെ കർത്താവിനോട് ചേർത്ത് നിർത്തുന്നത്. അത് എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ട് പോയി, മറ്റുള്ളവരെ ശിഷ്യരാക്കുവീൻ, മറ്റുള്ളവരെ ശിഷ്യരാക്കുവീൻ. പ്രിയ ദൈവമക്കളെ,
ഇത് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്ന ദിവ്യമായ ദൗത്യമാണ്. ആരാണ് ഇത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത് സുവിശേഷകരാണ്. ആര് ചെയ്യണം? സുവിശേഷകർ ചെയ്യണം. സുവിശേഷകൻ അഥവാ ഇവാഞ്ചലിസ്റ്റ്. ആരാണ് ഇവാഞ്ചലിസ്റ്റ്? ഇവാഞ്ചലിസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ഞാനല്ലല്ലോ, അത് ഇവാഞ്ചലിസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്നറിയാമോ? നമുക്ക് ഒരു സുവിശേഷകൻ എന്നുള്ളതിന്റെ നിർവചനം അറിയില്ലാത്തതുകൊണ്ടാണ്. ആരാണ് സുവിശേഷകൻ? ആരാണ് സുവിശേഷകൻ എന്നുള്ളതിന്റെ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എന്നാൽ ആരാണ് സുവിശേഷകൻ? നമ്മുടെ ധാരണ മുഴുവൻ സമയവും വചനം പ്രസംഗിക്കുന്ന ആളാണ് സുവിശേഷകൻ എന്നാണ്. ധാരണയ്ക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. അത് മാത്രമല്ല, യേശുവിനെ തങ്ങളുടെ കർത്താവും രക്ഷകനുമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പദവിയാണ് സുവിശേഷകൻ എന്ന പദവി. അതൊരു പൊസിഷനാണ്, അതൊരു പദവിയാണ്, നമുക്ക് ലഭിക്കുന്ന ഒരു പദവിയാണ്. ആർക്ക് ലഭിക്കുന്നത്? യേശു എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമാണെന്ന് വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവ് നൽകുന്ന ഒരു പദവിയാണ് സുവിശേഷകൻ. ഇനി നിങ്ങളാ എഴുതുന്ന ഡയറിയിൽ എഴുതി വെക്കണം നിങ്ങൾ ആരാണെന്ന്. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി അതും കൂടി എഴുതി വെക്കണം. അതൊന്ന് എഴുതി വെച്ച് ഹൈലൈറ്റ് ചെയ്തിടണം. എന്നിട്ട് താഴെ ഡേറ്റ് എഴുതിയിട്ടേരെ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആരാണ്? ഞാനൊരു സുവിശേഷകനാണ്. അത് എനിക്ക് എൻ്റെ ദൈവം തന്ന ഒരു പ്രിവിലേജ് ആണ്. എനിക്ക് എൻ്റെ ദൈവം തന്നിട്ടുള്ള ഒരു പദവിയാണത്. നമുക്കുള്ള പ്രിവിലേജ് പലതാണ്, പറയാൻ നേരമില്ലല്ലോ. നമ്മൾ പുരോഹിതന്മാരാണ്, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്, നമ്മൾ സുവിശേഷകരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പദവിയാണ് സുവിശേഷകൻ എന്ന് പറയുന്ന പദവി. അഥവാ യേശുവിന്റെ രക്ഷയെക്കുറിച്ചുള്ള പ്രഖ്യാപനവും വിശ്വാസത്തിലൂടെയുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണവും ആണ് ശരിക്കും സുവിശേഷം എന്ന് പറയുന്നത്. അത് പറയുന്നവൻ ആരാണ്? അത് പറയുന്നവനാണ് ഒരു സുവിശേഷകൻ. അവനൊരു സുവിശേഷകനാണ്. അഥവാ നമ്മൾ ഓരോരുത്തരും സുവിശേഷകരാണ്. ഈ 168, 69, 70 ഡിവൈസിനകത്തിരിക്കുന്ന നമ്മളെല്ലാവരും പ്രായഭേദമന്യേ ഞാനൊരു സുവിശേഷകനാണ്. സുവിശേഷകനാണെന്ന് ബോധ്യമുള്ളവർക്കെല്ലാം കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ദൈവം തന്നിരിക്കുന്ന പ്രിവിലേജാണ്. ഞാൻ എൻ്റെ കർത്താവിന്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി ഞാൻ സ്വീകരിച്ചതിനാൽ എനിക്ക് പ്രിവിലേജ്, അത് എനിക്ക് എൻ്റെ ദൈവം തന്നിരിക്കുന്ന ഒരു പദവിയാണ്. ഏറ്റവും പ്രഗത്ഭനായ സുവിശേഷകൻ ആരാണെന്നറിയാമോ? യേശു തന്നെയാണ് ഏറ്റവും റോൾ മോഡൽ ആയിട്ടുള്ള സുവിശേഷകൻ. യേശു തന്നെയാണ് ഏറ്റവും പ്രഗത്ഭനായ സുവിശേഷകൻ. അപ്പൊ നമുക്ക് റോൾ മോഡലാണ് യേശു. ഞാൻ വേഗത്തിൽ ചുരുക്കമായി പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം? താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി സഞ്ചരിച്ചു. 1, താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. 3, താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്താണ് ഒരു സുവിശേഷകന്റെ ഡ്യൂട്ടി? ഒരു സുവിശേഷകൻ എന്ത് ചെയ്യണം? താൻ സ്നേഹിക്കുന്ന ജനത്തിനു വേണ്ടി സഞ്ചരിക്കണം.
താൻ സ്നേഹിക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കണം. ജീവൻ വെച്ചു കൊടുക്കേണ്ടി വന്നാൽ വെച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ഒരു സുവിശേഷകന്റെ ദൗത്യം തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് യേശു ഒരു നല്ല സുവിശേഷകനായി? യേശു ജനത്തെ അന്വേഷിച്ചു ചെന്നു. യേശു അവരുടെ ആവശ്യ സ്ഥലത്ത് അവരെ കണ്ടുമുട്ടി. യേശു അവരായിരുന്ന സ്ഥലത്ത് ചെന്ന് അവരെ കണ്ടുമുട്ടി. ഇപ്പോഴും അങ്ങനെയല്ലേ? ഇപ്പോഴും കർത്താവ് അങ്ങനെയല്ലേ? നമ്മൾ എവിടെ മുട്ടുമടക്കുന്നുവോ അവിടെ അവൻ വരും, അല്ലെ? നമ്മൾ യേശുവിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തുകയല്ല, നാം മുട്ടുകുത്തുന്നിടത്ത് അവൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവന്റെ ശുശ്രൂഷയുടെ ഭാഗം തീർന്നിട്ടില്ല. ഇപ്പോഴും അവൻ എന്താണ്? അവൻ ശുശ്രൂഷയിലാണ് ഇപ്പോഴും. ഈ ശുശ്രൂഷയാണ് അവൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പൊ നമ്മളെല്ലാവരും ഒരു സുവിശേഷകനാണെങ്കിൽ എന്നെ ആവശ്യമുള്ളിടത്തൊക്കെ ഞാൻ ചെല്ലണം. ശരിക്കും ഈ ക്ലാസ്സിന് വേണ്ടി തയ്യാറായപ്പോൾ എൻ്റെ ശൂന്യത എനിക്ക് മനസ്സിലായി, എൻ്റെ പോരായ്മ എനിക്ക് മനസ്സിലായി. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് അവൻ തന്ന പദവിക്കൊത്തവണ്ണം എനിക്ക് ആകാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ശൂന്യതാബോധം എന്നെ ഭരിക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ആ ഒരു ശൂന്യതാബോധമാണ് ഉടലെടുക്കേണ്ടത്. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ ദൈവമക്കളെ. അവരവരുടെ ആവശ്യ സ്ഥലത്ത് അവരെ കണ്ടുമുട്ടി. നമ്മളിന്ന് മസിലിങ് പിടിക്കുക. നമുക്ക് എന്തെല്ലാം കിട്ടിയാൽ നമ്മൾ ചെല്ലും. ഇന്നിപ്പോ സുവിശേഷകർക്ക് എന്തിന്റെ കുഴപ്പമുള്ളേ? ഇന്നിപ്പോ സുവിശേഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാലമാണ് ഇപ്പോ. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രസംഗിക്കാൻ പോയാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന കാലമാണിപ്പോ. 1 മണിക്കൂർ 1.25 മണിക്കൂർ പ്രസംഗിച്ചാൽ 2000 മുതൽ 3000 മുതൽ 4000 മുതൽ 5000 മുതൽ 10000 മുതൽ 15000 രൂപ വരെ കിട്ടും. കർത്താവ് തന്നതാണെന്ന് സ്തോത്രം പറഞ്ഞ് നമ്മൾ എന്തിന്റെ പ്രശ്നം? നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല പാർപ്പിടം. അത് ആ തലത്തിൽ നിന്നെല്ലാം അതല്ല നമ്മുടെ ലക്ഷ്യം. പലപ്പോഴും ഇവിടെയാണ് ഒരു വയലേഷൻ സംഭവിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ആർക്കെന്നെ ആവശ്യമുണ്ടോ കണക്ക് പറയാതെ, കണക്ക് ചോദിക്കാതെ അവരുടെ അടുക്കൽ ചെല്ലാൻ സാധിക്കുന്നതാണ് സുവിശേഷം. അതാണ് ഒരു സുവിശേഷകന്റെ ധർമ്മം. ഞാൻ അടുത്തൊരു കാര്യം പറയട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചതിൽ ഏറ്റവും വലുതും ഏറ്റവും വിലയേറിയതുമായ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? എനിക്കറിയില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതും ഏറ്റവും വലുതും ഏറ്റവും വിലയേറിയതുമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിനെ വ്യക്തിപരമായി അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ കാര്യം. ബാക്കി എല്ലാം സെക്കൻഡറിയാണ്. അണ്ഡകടാഹത്തിന്റെ ഉടമസ്ഥനായ കർത്താവിനെ ഹൃദയത്തിലേറാൻ സാധിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അവനെ അറിയാൻ സാധിച്ചു. ദൈവമക്കളെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യം എൻ്റെ കർത്താവിനെ എനിക്ക് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചത് കൊണ്ട് ബാല്യം മുതലേ നമുക്ക് അവനെ അറിയാനായിട്ട് സാധിച്ചു. അതൊന്നും ചെറുതായി കാണരുത്. കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ പോയതും കുട്ടിക്കാലത്ത് പഠിപ്പിച്ചതൊന്നും വിലയില്ലാത്തതായി കാണരുത്. ഇപ്പോൾ നമ്മൾ വലിയ പുള്ളിയായി കഴിയുമ്പോൾ അന്ന് പഠിപ്പിച്ച സൺഡേ സ്കൂളും അന്ന് ആദാം ഞങ്ങളുടെ വല്യാപ്പൻ, ഹൗവ ഞങ്ങളുടെ വല്യാമ്മ എന്ന് പഠിച്ച ആ ക്ലാസ് മറക്കരുത്.
അതൊക്കെ ഒരു ഭാഗ്യമായി പോയി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിനെ അറിയാൻ സാധിച്ചതാണ് ഏറ്റവും വിലയേറിയ കാര്യമെങ്കിൽ അടുത്ത സെന്റൻസ് കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ കാര്യം അവർക്ക് യേശുവിനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എനിക്ക് യേശുവിനെ അറിയാൻ സാധിച്ചതാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവൃത്തി ഞാൻ അറിഞ്ഞ കർത്താവിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രവൃത്തി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. നമുക്ക് ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. മറ്റൊരാളോട് യേശുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് വിഷയമേ അല്ല. നമുക്ക് നമ്മുടെ കാര്യമാണ് ഏറ്റവും വിഷയം, ഏറ്റവും വലിയ വിഷയം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് വരികയാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എൻ്റെ യേശുവിനെ അറിഞ്ഞതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇത് കർത്താവിനെ അറിയിക്കുന്നതാണ്. ഈജിയം ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മീകമായി സന്തോഷിക്കുന്നത് കർത്താവിന്റെ വേലയുടെ റിസൾട്ട് കാണുമ്പോഴാണ്. ഞാൻ പിന്നാലെ പറയാം ദൈവമക്കളെ. എന്താണ് ഈ സുവിശേഷ വേലയുടെ മഹത്വം എന്ന് ചോദിച്ചാൽ, തകർന്ന ലോകത്തിന്, അർത്ഥമില്ലാത്ത ജീവിതത്തിന്, നിരാശയുള്ള ജീവിതത്തിന് പ്രതീക്ഷയും പ്രത്യാശയും അർത്ഥവും ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വേല. തകർന്നുപോയ ജീവിതങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴാണ് ഞാൻ വിഷം വാങ്ങിച്ച് സൂയിസൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്ന, സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന അന്നേ ദിവസം എന്നെ അതിൽ നിന്ന് തിരുത്തുവാൻ സഹായിച്ച, എനിക്ക് എഴുത്തെഴുതിയ ആ മാന്യദേഹം, ആ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ നാളിൽ ലോകത്തോട് യാത്ര പറഞ്ഞു. ഞാൻ ആ ഫ്യൂണറൽ സർവീസ് ലൈവായിട്ട് ഓൺലൈനിൽ കണ്ടു. അദ്ദേഹത്തിന്റെ എഴുത്താണ് ഇന്ന് എന്നെ ഇവിടെ ഇരുത്തിയത്. അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച ലോകത്തോട് യാത്ര പറഞ്ഞു. അൽഷിമേഴ്സ് ബാധിച്ച ദീർഘനാളുകൾ രോഗിയായി കിടന്നു. ഞാൻ കാണാനായിട്ട് ചെന്നപ്പോൾ ആ നാളുകളിലൊന്നും പലരെയും മനസ്സിലാകാതിരുന്ന അദ്ദേഹം, ഞാൻ ചെന്ന് പേര് വിളിച്ചപ്പോഴേക്കും, അച്ഛാന്ന് വിളിച്ചപ്പോഴേക്കും അപ്പോഴേ മനസ്സിലായി. മത്തായി കുഞ്ഞല്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ നിങ്ങളോട് പറയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തൂലി കൊണ്ട് എഴുതിയ ദൈവവചനമാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരുത്തിയതെങ്കിൽ, നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കിന്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനേകം ജീവിതങ്ങളെ കുപ്പയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാനായിട്ട് സാധിക്കുമെങ്കിൽ, ആ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യാതെ തട്ടിമുട്ടി നടന്ന് ജീവിതം പാഴാക്കരുത്. ഇതിന്റെ തടസ്സങ്ങൾ ഉണ്ട്. ഞാൻ വേഗം പറയട്ടെ. ഇതിനെന്താണ് തടസ്സമായിട്ട് വരുന്നത്? സുവിശേഷ വേല നമ്മൾ ചെയ്യാതിരിക്കാനുള്ള തടസ്സം എന്താണ്? ഒന്ന്, സാക്ഷീകരണത്തിന്റെ മോശം ഉദാഹരണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവിനെ സാക്ഷിയായി, കർത്താവിനെ പ്രസംഗിക്കുന്ന ചില ഉപദേശിമാരെ കുറിച്ചുള്ള ചില മോശപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്, നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ മോശമായി തന്നെയാണ് വീട്ടിൽ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ പിള്ളേരുടെയൊക്കെ മുൻപിൽ വെച്ച് നമ്മൾ എത്ര സുവിശേഷകരെയും, എത്ര വൈദികരെയും, എത്ര പാസ്റ്റേഴ്സിനെയും കുറ്റപ്പെടുത്താമോ അതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ മിടുക്കന്മാരാകുമെന്ന് വിചാരിക്കേണ്ട. അടുത്ത ജനറേഷനിലേക്ക്, ആത്മീകമായ മരവിപ്പിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ തള്ളിവിടുകയാണ് എന്ന് മറക്കരുത്. രണ്ടാമത്തെ തടസ്സം ഭയമാണ്.
എന്താണ് നമ്മുടെ ഭയം? ഞാൻ സുവിശേഷം പറഞ്ഞ അവര് വല്ലതും കളിയാക്കുവോ, അവര് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുവോ, അവരെന്നെ നിന്ദിക്കില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഭയം. ഈ ഭയമാണ് അതിന് തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതെങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് പലർക്കും അറിയാൻ പാടില്ല. സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. എവിടെ തുടങ്ങണം എന്നറിയില്ല. LIC ഏജന്റിനെ നിങ്ങൾ നോക്കിക്കേ. ഒരു LIC ഏജന്റ് ഒരു ഫയലും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്തിന്? ഈ RD പോസ്റ്റ് ഓഫീസിന്റെ RD വർക്ക് ചെയ്യുന്ന പണി ചെയ്യുന്ന ചിലർ കണ്ടിട്ടുണ്ടാവും, ചില സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്കൊന്നും ആരും ഒരു ട്രെയിനിങ് കൊടുക്കണില്ല. അവർക്കൊക്കെ ആളെ കാണുമ്പോൾ മനസ്സിലാവും അവരെവിടെ പറഞ്ഞു കൊടുക്കണേ. എന്നാൽ ഈ സുവിശേഷത്തിന് മാത്രം ഒരു സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് എന്താ? ആണ് നമ്മുടെ കുഴപ്പം. അതാണ് നമ്മുടെ കുഴപ്പം. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് സാക്ഷീകരണത്തിന്റെ മോശം ഉദാഹരണം, മറ്റൊന്ന് ഭയം, മൂന്നാമത്തേത് എങ്ങനെ ഇത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് പറഞ്ഞു? ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് സുവിശേഷ വേല. രണ്ട്, എന്തുകൊണ്ട് നാം സുവിശേഷ വേല ചെയ്യണം? ഈ സുവിശേഷീകരണം എന്തുകൊണ്ട്? സുവിശേഷീകരണം നമ്മുടെ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ കാര്യം, ഇവാഞ്ചലിസം ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, ഓൺ റെസ്പോൺസിബിലിറ്റി. എന്റെ സ്വന്തം ഉത്തരവാദിത്വമാണ് സുവിശേഷ വേല. സുവിശേഷവൽക്കരണം, സുവിശേഷീകരണം എന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ ഉത്തരവാദിത്വമാണ്. അതെന്റെ ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, നമ്മുടെ മുൻപിൽ നമുക്ക് കുടുംബങ്ങളുള്ളവരാ. നമ്മുടെ വീട്ടിൽ ഉത്തരവാദിത്വങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ ചില ഉത്തരവാദിത്വങ്ങളിൽ ആത്മീക ഗോളത്തിലെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെ വീണ്ടെടുത്ത, എൻ്റെ ഹൃദയത്തിൽ വന്ന എൻ്റെ യേശു നല്ലവനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. രണ്ട് തരത്തിൽ നമുക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റാം. രണ്ട് തരത്തിൽ നമുക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റാം. ഒന്ന്, സ്വയം നിറവേറ്റാം. രണ്ട്, പങ്കാളിത്തത്തോടെ നിറവേറ്റാം. സ്വയം നിറവേറ്റാം, മറ്റൊന്ന് പങ്കാളിത്തത്തോടെ നിറവേറ്റാം. നമ്മുടെ നാട്ടിലൊക്കെ ബിസിനസ് ചിലർ ആരംഭിക്കും. സ്വന്തമായിട്ട് മൂലധനം മുടക്കാനില്ലാത്തവരെന്ത് ചെയ്യും? ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കും. ആ പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യും. ചിലർ പാർട്ട്ണർഷിപ്പിന് വേണ്ടി പണം കൊടുക്കും, ചിലർ പണം കൊടുക്കണ്ട, അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഏതായിരുന്നാലും എനിക്ക് ആ ബിസിനസ് നടത്തണമെന്നുള്ള ചുമതലാബോധം കൊണ്ട് നമ്മൾ ഒന്നുകിൽ സ്വയം ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉത്തരവാദിത്വം കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് നമ്മൾ ബിസിനസ്സുകൾ ചെയ്യും. അങ്ങനെ തന്നെയാണ് നമുക്കും സ്വയം ചെയ്യാം, പാർട്ട്ണർഷിപ്പായിട്ടും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം. ഞാൻ പറഞ്ഞല്ലോ, EGM ഓഫ് ഇന്ത്യ, ഞാൻ സ്വയം കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് ഒറ്റയ്ക്ക് സുവിശേഷ വേല ചെയ്യാം, ഒരു തടസ്സവുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് സുവിശേഷ വേല ചെയ്യാം. എന്നാൽ ഇന്ത്യ മുഴുവനും സുവിശേഷീകരിക്കണം, ഭാരത സുവിശേഷീകരണം എന്നുള്ളത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ പാർട്ട്ണർഷിപ്പ് വിളംബരം ചെയ്തു. സമാന ചിന്താഗതിയും സമാന സ്വഭാവവും ആ വേലയ്ക്ക് പങ്കാളിത്തവും ചെയ്യാൻ കഴിയുന്ന കുറെ പേര് അതിന് ചുമൽ തന്നു. ആ കൂട്ടായ്മയ്ക്കിട്ട പേരാണ് എക്യുമെനിക്കൽ ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതൊരു കൂട്ടായ്മയാണ്, അതൊരു പാർട്ട്ണർഷിപ്പായി ചെയ്യുന്ന വേലയാണ്. മത്തായി സാർ തന്നെ ചെയ്യുന്നതല്ല. ഞാൻ തന്നെ ചെയ്യുന്ന വേല തന്നെ ചെയ്യുന്നു. എന്നാൽ EGM ഓഫ് ഇന്ത്യയുടെ വേല മുഴുവനും
നമ്മളെല്ലാരും കൂടി ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. 2 തരത്തിൽ അതിന്റെ ഷെയർ എടുക്കാം. 2 തരത്തിൽ അതിന്റെ ഷെയർ എടുക്കാം. ഇന്ന് എല്ലാവർക്കും കിട്ടുന്ന പണം മുഴുവൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ കളിക്കുന്നവർ ധാരാളമുണ്ട്. ചിലപ്പോൾ പോകും, ചിലപ്പോൾ കിട്ടും. എനിക്ക് ഇതൊന്നും പറയാൻ നേരമില്ല. ഇപ്പൊ നിങ്ങളെ പിരിച്ചുവിടണം. 6:26 പ്രിയമുള്ളവരെ, അത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ആ ഷെയർ എടുക്കാം. ഇജിഎം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ എക്യൂമിനിക്കൽ പ്രസ്ഥാനം വഴിയായി ഭാരതത്തിലെ 28 സ്റ്റേറ്റിനെയും സുവിശേഷവൽക്കരിക്കണമെന്നുള്ള ആ കാര്യത്തിന് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ വേലയ്ക്ക് ചുമൽ തരുന്ന ഒരു പറ്റം ആളുകളുണ്ട്. 2 വിങ്ങാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഫൈനാൻഷ്യലി നമുക്ക് അതിന്റെ പാർട്ട്ണർഷിപ്പ് എടുക്കാം. 2, ബൈ പ്രയർ, പ്രാർത്ഥനയാൽ അതിന്റെ പാർട്ട്ണർഷിപ്പ് എടുക്കാം. 2 തരത്തിൽ അതിന്റെ ഷെയർ വഹിക്കാം. ഒന്ന്, ഫൈനാൻഷ്യലി, ധനപരമായി അതിന്റെ ഷെയർ എടുക്കാം. 2, പ്രാർത്ഥനയാൽ അതിന്റെ പങ്കാളിത്തം വഹിക്കാം. ധനപരമായി നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോ ചിലർ വിചാരിക്കും ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നത് സുവിശേഷ വേലയുടെ ഭാഗമാണെന്ന്. അല്ലല്ലല്ലല്ല. പള്ളിക്ക് കൊടുക്കുന്നത് സുവിശേഷ വേലയുടെ ഭാഗമാണെന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടുന്നവരുണ്ട്. അല്ല. സുവിശേഷ വേല എന്ന് പറയുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നശിച്ചു പോകുന്ന ഈ ആത്മാക്കളെ നേടുന്ന കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. വളരെ കൃത്യമാണ് അതിന്റെ ആൻസർ. ആത്മാക്കളെ തിരിച്ചു കിട്ടണം എനിക്ക്. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ബാക്കിയൊന്നും ചെറുതാന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇത് എന്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് പോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം? എനിക്ക് ആരെങ്കിലും അയക്കാം, എനിക്ക് ആരെങ്കിലും പറഞ്ഞയക്കാം, അല്ലെങ്കിൽ എനിക്ക് പോകാം. എനിക്ക് പോകാൻ പറ്റാത്തിടത്ത് എനിക്ക് അയക്കാം. ദൈവം നമുക്ക് മക്കളെ തന്നു. 2 മക്കളെ തന്നു, 3 മക്കളെ തന്നു, 4 തന്നു, 5 തന്നു. ഒരു കുഞ്ഞിനെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് വിട്ട കടം വിട്ടണ്ടേ? നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എന്താണാവോ കടം? ഒന്നും അറിഞ്ഞിട്ടല്ലോ, നമ്മളിങ്ങനെ ചൊല്ലി 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 ഒരു പരുവത്തിലായി. എന്താണ് കടം? പാപം എന്നാന്ന് നമുക്കറിയാം. കടം എന്താണ്? വളരെ സിമ്പിളാണ് അതിന്റെ അർത്ഥം. ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തു തീർക്കണം, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു തീർക്കണം. കടം എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യാതിരിക്കുന്നത് കടമാണ്. എൻ്റെ അപ്പനെയും അമ്മയെയും നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും നോക്കിയില്ലെങ്കിൽ അത് എൻ്റെ കടമാണ്. എൻ്റെ മക്കൾ എന്നെ നോക്കിയില്ലെങ്കിൽ അതെന്റെ കടമാണ്, അത് മക്കളുടെ കടമാണ്. കടം. ഞാൻ സുവിശേഷ വേലയുടെ മുൻപിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് കടമാണ്. കടം. ആ കടം വീട്ടണം. അതിന് വേറെ ഒരു സൊല്യൂഷനും ഇല്ല. പ്രിയ ദൈവമക്കളെ, നമുക്ക് എല്ലാറ്റിനും പണമുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കാൻ കാശില്ല. ഇടിക്കും പൊളിക്കും, പൊളിക്കും ഇടിക്കും. ആർഭാടത്തിന് ഇഷ്ടം പോലെയുണ്ട്, അനാവശ്യ ചെലവുകൾക്ക് ഇഷ്ടം പോലെ നമ്മൾക്കുണ്ട്. സുവിശേഷത്തിന് മാത്രം കാശില്ല. നമ്മുടെ മക്കളെ വിദേശത്തും സ്വദേശത്തും വിടും. പുതിയ നിയമത്തിൽ ദശാംശം എന്നുള്ള ഒരു കാര്യം ഇല്ല. പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല.
സുവിശേഷ വേലയ്ക്ക് വേണ്ടി എത്ര കൊടുക്കാമോ അത്രയും കൊടുക്കണം. അതാ എന്റെ കണക്ക്. അപ്പോഴാ എന്റെ കടം തീരൂ. കടം വീട്ടണം. തിന്നു കുടിച്ച് മുടിച്ച് അർമാദിച്ച് നടന്ന് സ്വർഗത്തിൽ പോകാമെന്ന് ആരും കണക്ക് കൂട്ടണ്ട. കടം വീട്ടിയിട്ട് വേണം പോകാൻ. മരിച്ചു കഴിഞ്ഞാൽ തിരുമേനിയും അച്ഛനും വന്ന് അതിഗംഭീരമായ ശവസംസ്കാരം നടത്തി തലയ്ക്കൽ കൊണ്ടുവന്ന് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ട് ഒരു മണ്ണാങ്കട്ടം കിട്ടാനില്ല. കടം വീട്ടിയിട്ട് വേണം പോകാൻ. ചെയ്യേണ്ട പണി ചെയ്യണം. ധാരാളം പണം ധൂർത്തടിച്ച് കളയുമ്പോ അഷ്ടിക്ക് വകയില്ലാതെ കിടക്കുന്ന, യേശുവിനെ കുറിച്ച് അറിയാതെ കിടക്കുന്ന എത്രയോ പേർ ഇന്ത്യയുടെ മണ്ണിൽ 4666 ഗോത്ര വിഭാഗങ്ങൾ, 1688 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, 140 കോടി ജനങ്ങളിൽ വലിയൊരു പങ്ക് യേശുവിനെ കുറിച്ച് അറിയാതെ കിടക്കുമ്പോൾ അവരോട് എന്നെ വീണ്ടെടുത്ത യേശുവിനെ കുറിച്ച് പറയുക എന്ന ആ വലിയ ഉത്തരവാദിത്വം ആർ നിറവേറ്റും? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:14 യേശുവിന്റെ സ്നേഹം ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ എന്നെ നിർബന്ധിക്കുകയാണ്. എന്നെ അതിനുവേണ്ടി പ്രഷറൈസ് ചെയ്യുകയാണ്, സമ്മർദ്ദം ചെലുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തേ പറ്റൂ. എനിക്ക് നിവൃത്തിയില്ല സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ. ഞാനും എൻ്റെ മക്കളും ഒരു മിഷണറിയും നമ്മുടെ വീട്ടിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കട്ടെ. ഒരു മിഷണറിയെ അയക്കാൻ നമുക്ക് മക്കളില്ല. മിഷണറിയായി അയക്കേണ്ട കുഞ്ഞ് ജനിക്കാതെ പോയി. സാരില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാരാളം മിഷണറി ഓർഗനൈസേഷൻ കർത്താവിന്റെ വേലക്കാരെ അയക്കുന്നു. അവരെ വിളിച്ചിട്ട് അവരോട് പറയണം, ഞാൻ ഒരു സുവിശേഷകനെ അയക്കാം, അതിനുള്ള ചെലവ് ഞാൻ തരാം. സഭയെങ്കിൽ സഭ, സഭ അയക്കുന്നവെങ്കിൽ സഭയായിട്ട്, സംഘടനയാണെങ്കിൽ സംഘടനയായിട്ട് നിങ്ങൾ അയക്കുന്ന ഒരു വേലക്കാരനെ ഞാൻ സന്ധിക്കാം സാർ. കാരണം എൻ്റെ മക്കൾ ആരും സുവിശേഷ വേല ചെയ്യുന്നില്ല, ഞാനും ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യുന്നു. വർഷങ്ങളായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം. അവരൊരു മാസം 5000 രൂപ തരും. ഞാൻ ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ഒരു സമർപ്പണത്തിൽ ചെയ്യാൻ കാരണം എന്താണ്? അതിനോട് പറഞ്ഞു, എൻ്റെ 2ാമത്തെ കുട്ടിയെ ഞങ്ങളുടെ സൗകര്യാർത്ഥം അബോർട്ട് ചെയ്ത് കളഞ്ഞതാണ് സാറേ. അബോർഷൻ നടത്താൻ നിർബന്ധിതരായി ഞങ്ങൾ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു. എന്നാൽ അതിനുശേഷം ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടാമായിരുന്നല്ലോ. ഞാൻ പോകുന്നില്ല, എൻ്റെ ഭാര്യ പോകുന്നില്ല, എൻ്റെ മൂത്തതും താഴെയുമുള്ള മക്കളെ ഞാൻ അയച്ചിട്ടില്ല. അബോർട്ട് ചെയ്ത കൊച്ചിനെ പോലും വിട്ടില്ലല്ലോ. അതിനെ പ്രസവിച്ച് അതിനെ അയച്ചിരുന്നെങ്കിൽ പോകുമായിരുന്നല്ലോ. വെറുതെ ദൈവത്തെ കളിപ്പിക്കരുത്, ദൈവത്തെ പരിഹസിക്കരുത്. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി യേശുവിന്റെ സിംഹാസനത്തിൽ അബ്രഹാമിന്റെ മടിയിലിരിപ്പാൻ കൊതിക്കണം, കൊതിക്കണം, കൊതിക്കണം. കാലത്തും വൈകുന്നേരവും തലതല്ലി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ് വിസ്താര ഭയത്താൽ. എൻ്റെ ഉള്ളിലെ ആർത്തി കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ മക്കളെ കൊണ്ടും അത് ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ അറിയുന്നു. എൻ്റെ ചുമതല ഞാൻ അറിയുന്നു. ഞാനത് നിറവേറ്റും.
അലസതയോടെ യിരെമ്യാവ് 48:10 വാക്യം, അലസതയോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശപിക്കപ്പെട്ടവൻ. അലസതയോടെ ഉത്തരവാദിത്തങ്ങളുടെ മുമ്പിൽ കണ്ണ് ഇറുക്കി അടയ്ക്കുന്നവർ ശപിക്കപ്പെട്ടവർ. എനിക്കറിയാം, ഞാൻ അല്പം കനത്തോടെ സംസാരിക്കട്ടെ. ചുമ്മാ കൂട്ടം കൂടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. യേശുവിന് വേണ്ടി വിലപ്പെട്ടത് ചെയ്യാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം.